കുടുംബവിളക്ക് ഇത് പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അനന്യ അതിര് വിടുന്നു എന്ന് തന്നെ വേണം പറയാൻ. അനന്യ നമ്മുടെ എന്താ പറയുക സുമിത്രയോട് പറയുന്നുണ്ട്, സച്ചിക്ക് മാനസിക രോഗമാണെങ്കിൽ സച്ചിയെ എന്താ പറയുക ശീതൾ പോയി നോക്കി ചികിത്സിച്ച് ആ രോഗം മാറ്റണം, ഇവള് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ അനന്യയുടെ വായടപ്പിക്കുന്ന രംഗമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ. പിന്നീട് നമ്മുടെ ശീതൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സഹികെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളെന്നൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അനന്യയുടെ സ്വഭാവത്തിലുള്ള മാറ്റം അത് ശ്രീനിലയത്തിൻ്റെ സമാധാനം മൊത്തത്തിൽ തന്നെ കെടുത്തുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ രഞ്ജിത എങ്ങനെയെങ്കിലും നമ്മുടെ പൂജയെ വരുതിയിലാക്കാനുള്ള കട്ട ശ്രമത്തിൽ തന്നെയാട്ടോ. സുമിത്രയ്ക്കെതിരെ സുമിത്രയുടെ മക്കളെ തിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂജ എന്ന് സുമിത്രയെ എതിർക്കുന്നുവോ അവിടെയാണ് എന്താ പറയുക രഞ്ജിതയുടെ വിജയമെന്ന് രഞ്ജിത ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ പ്രതീക്ഷിനെ ഇറക്കുന്ന കാര്യവും പറയുന്നുണ്ട്. പ്രതീക്ഷിനെ നമ്മുടെ സുമിത്രയുമായിട്ട് ഭയങ്കര ശത്രുതയിലാക്കി ഇങ്ങനെ മാനസികമായിട്ട് അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷമേ താൻ ജയിലിൽ നിന്ന് ഇറക്കുള്ളൂ എന്ന് നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സുമിത്രയോട് ശീതൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് മതിയായ്മ, ഞാൻ സച്ചിയുടെ വീട്ടിലേക്ക് പോകുക, സച്ചിയെ ഞാൻ മാക്സിമം മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അപ്പോൾ മാറിയില്ലെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശീതൾ പറയുന്നുണ്ട്, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ മറന്നേക്ക് അമ്മയെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുമിത്ര ആ ഒരു വിങ്ങിപ്പൊട്ടി കരയുന്ന രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു എന്താ പറയുക ശീതൾ മനഃപൂർവ്വം ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മുടെ അനന്യ കുറേയായി ശിക്ഷിക്കുന്നു. ഇതിനൊക്കെതിരെ നമ്മുടെ സുമിത്ര എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ തന്നെയാണ് പ്രേക്ഷകർ ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.